നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്ന ഭാഗം കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഹെഡിങ് വിത്ത് സേഫ്റ്റി ഡിവൈസസ് ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്നതാണ്. അതായത് CMVR റൂൾ 117 മുതൽ 137 വരെ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ വരുമെന്നറിയാമോ? സ്പീഡോമീറ്റർ, പിന്നെന്താണ് സ്പീഡ് ഗവർണർ, ഹോൺ, സൈലൻസർ, പിന്നെ ഒരു കാര്യം കൂടെ, അതിൻ്റെ നിറം കൂടെ വരും. അപ്പോൾ അതിൻ്റെ നിറം കൂടെ ഉൾപ്പെടുന്നതാണ് ഈ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റൂൾ 117 എന്താണെന്ന് നോക്കാം. റൂൾ 117 സ്പീഡോമീറ്റർ. അപ്പോൾ എന്താണ് സ്പീഡോമീറ്റർ? എന്താണ് നമുക്കറിയാമല്ലോ. ഒരു വണ്ടി അത് എത്ര സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യുന്നതെന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നമ്മളെ കാണിക്കുന്ന ആ മീറ്ററാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റൂളിൽ പറഞ്ഞിരിക്കുന്നത്? 117-ാമത്തെ റൂളിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാ മോട്ടോർ വാഹനത്തിലും, അതായത് ഇലക്ട്രോണിക് റിക്ഷയോ ഇലക്ട്രോണിക് കാർട്ടോ ഒഴികെ, അതായത് ഇലക്ട്രോണിക് ഈ കാർട്ടും ഈ റിക്ഷയും ഒഴികെയുള്ള വാഹനങ്ങളിലാണ് നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ മോട്ടോർ വാഹനങ്ങളിലും വാഹനത്തിന്റെ വേഗത സൂചിപ്പിക്കുന്നതിന് ഒരു സ്പീഡോമീറ്റർ ഘടിപ്പിച്ചിരിക്കണമെന്നാണ് 117-ാമത്തെ നിയമം നിർവചിക്കുന്നത്. പക്ഷെ വേഗത 30 കിലോമീറ്ററിൽ കൂടുതൽ കയറാത്ത വാഹനങ്ങൾക്ക് ഇത് വേണ്ട. അപ്പോൾ 30 കിലോമീറ്റർ അകത്ത് പോകുന്ന വാഹനങ്ങൾക്ക് ഇത് ആവശ്യമില്ല. അപ്പോൾ എന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിലുള്ളത്? 2015 ഏപ്രിൽ 1 അതിനുശേഷമുള്ള വാഹനം, അതായത് 2016 ഏപ്രിൽ 1 ശേഷമുള്ള വാഹനങ്ങളിലും ഇത് അത്യാവശ്യമായിട്ട് പിടിപ്പിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്, 2015 ഏപ്രിൽ 1 അതിനുശേഷവും നിർമ്മിക്കുന്ന എല്ലാ നിർമ്മാണ ഉപകരണ വാഹനങ്ങളിലും, അതായത് ലോഡ് വണ്ടികളിലും ഒക്കെ വരും. നമ്മുടെ ലോറികളിലും ഒക്കെ ഉള്ള സ്പീഡോമീറ്റർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സ്പീഡോമീറ്റർ ആയിരിക്കണം ഘടിപ്പിച്ചിരിക്കേണ്ടത്. പിന്നെ 2014 ഒക്ടോബർ 1 ശേഷം നിർമ്മിക്കുന്ന എല്ലാ ക്വാഡ്രിസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അത്ര വലിയ CC കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ ക്യൂട്ടില്ലേ, ബജാജിന്റെ ക്യൂട്ട് എന്ന് പറയുന്ന ഒരു ചെറു കാറുണ്ട്, അതൊക്കെ ക്വാഡ്രിസൈക്കിളിന്റെ കാറ്റഗറി വരുന്നതാണ്. പിന്നെ ഈ ബീച്ച് ബഗ്ഗി, അതൊക്കെ ക്വാഡ്രിസൈക്കിൾ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾക്കും നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ചിട്ട് തന്നെയുള്ള ഒരു സ്പീഡോമീറ്റർ ഘടിപ്പിച്ചിരിക്കണമെന്നാണ് റൂൾ 117-ാമത്തെ നിയമം നിർവചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്പീഡ് ഗവർണർ എന്താണെന്ന് നോക്കാം. സ്പീഡ് ഗവർണർ. അപ്പോൾ അടുത്ത റൂള് 118 ആണ് കേട്ടോ, 118. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2015 ഒക്ടോബർ 1 അതിനുശേഷമോ നിർമ്മിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, അതായത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ കേട്ടോ, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത വരെ നിർണ്ണയിക്കുന്ന സ്പീഡ് ഗവർണർ ഉറപ്പായിട്ടും ഘടിപ്പിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വാഹന നിർമ്മാതാവ് നിർമ്മാണ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഡീലർഷിപ്പ് ഘട്ടത്തിലോ അങ്ങനെ ഒരു ഉപകരണം ഘടിപ്പിച്ചിരിക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ വരുന്നത്? ഇരുചക്ര വാഹനങ്ങൾ, അതായത് നമ്മുടെ ബൈക്കും സ്കൂട്ടറും എല്ലാം വരുന്നുണ്ട്. പിന്നെ മുച്ചക്ര വാഹനം, ഓട്ടോറിക്ഷകൾ, പിന്നെ ക്വാഡ്രിസൈക്കിൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഫയർ ടെൻഡർ, അത് ഫയർ ട്രക്കുകൾ നമ്മുടെ, പിന്നെ ആംബുലൻസ്, പിന്നെ പോലീസ് വാഹനങ്ങൾ. ഇതിലെല്ലാം 80 കിലോമീറ്റർ റേഞ്ച് മാക്സിമം വരെ വേഗത അളക്കാൻ സാധിക്കുന്ന സ്പീഡ് ഗവർണറാണ് ഘടിപ്പിച്ചിരിക്കേണ്ടത്. അപ്പോൾ 2015 ഒക്ടോബർ 1 അതിനുശേഷമോ നിർമ്മിച്ച ഗതാഗത വാഹനങ്ങൾ, അതായത് ടാങ്കറുകൾ, സ്കൂൾ ബസ്സുകൾ, പിന്നെ അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ എത്ര റേഞ്ച് വരെ വേഗത അളക്കുന്ന ഒരു സ്പീഡ് ഗവർണറാണ് പിടിപ്പിക്കേണ്ടത്? അത് മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ് കേട്ടോ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത അളക്കുന്ന സ്പീഡ് ഗവർണറാണ് അവിടെ ഘടിപ്പിച്ചിരിക്കേണ്ടത്. ഒരു എയർപോർട്ട് പാസഞ്ചർ ബസ്സിൽ എത്ര കിലോമീറ്റർ ആണ് അളക്കുന്നത്? ഇത് 30 കിലോമീറ്റർ ആണ് കേട്ടോ. 30 കിലോമീറ്റർ അല്ലെങ്കിൽ
ആ സംസ്ഥാനം വ്യക്തമാക്കിയ ഏറ്റവും കുറഞ്ഞ വേഗത എത്രയാണോ അതായിരിക്കും ആ സ്പീഡ് ഗവർണർ അളക്കേണ്ടത്, അതായത് എയർപോർട്ടിലെ ബസ്സുകൾ. അപ്പോൾ അടുത്ത നമുക്ക് നോക്കേണ്ടത് ഹോണുകളെ കുറിച്ചാണ്. ഹോൺ അത് 119 റൂളിലാണ് വരുന്നത് കേട്ടോ, ഹോൺ. അപ്പോൾ എല്ലാ 1999 റൂൾ 1999 നിലവിൽ വന്ന തീയതി മുതലോ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞോ നിർമ്മിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 1884 1992 സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഒരു ഹോൺ ഉണ്ടായിരിക്കണം എന്നാണ് ഈ നിയമം നിർവചിച്ചിരിക്കുന്നത്. ഒരു മൾട്ടി ടോൺ ഹോൺ, അതായത് ഭയങ്കര ഉച്ചത്തിലുള്ള ഹോണുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന സൈസ് സൗണ്ട് ഉണ്ടാക്കുന്ന ഹോണുകളോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ഈ എയർ ഹോണുകളൊക്കെ പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോവും ഇത് കേട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ എയർ ഹോണൊക്കെ ബാൻ ചെയ്ത് കളഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ആംബുലൻസ്, ഫയർ ട്രക്ക്, പിന്നെന്താ പോലീസ് വണ്ടികൾ. അപ്പൊ ഇതിനെല്ലാം എന്താ ഈ സൈറന് ഭയങ്കരമായിട്ടുള്ള സൗണ്ടുകളായിരിക്കും. അതാണെങ്കിൽ എന്താ അനുവദനീയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ആ വാഹനങ്ങളുടെ അധികാര പരിധിയിലുള്ള രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് അത് അംഗീകരിക്കാവുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് വാഹനങ്ങൾ അവിടെ എക്സെപ്ഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ആംബുലൻസ്, പോലീസ് വാഹനങ്ങൾ, പിന്നെന്താണ് ഫയർ ട്രക്ക്. അപ്പൊ അടുത്ത നമുക്ക് നോക്കാനുള്ളത് റൂൾ 120 ആണ്. റൂൾ 120 അതായത് സൈലൻസറുകളെ കുറിച്ചുള്ളതാണ്. അപ്പൊ എല്ലാ വാഹനങ്ങളിലും സൈലൻസർ നിർബന്ധമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു 2015, 16, 17 കാലഘട്ടങ്ങളിലൊക്കെ ഭയങ്കര ഈ ബുള്ളറ്റ് ഫാൻസ് ഒക്കെ ആണെങ്കിൽ വണ്ടിയിൽ പടപടപടേന്ന് പൊട്ടുന്ന പല ടൈപ്പ്, പഞ്ചാബും, ഷാർക്ക്, അങ്ങനെ കുറെ സൈലൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അങ്ങനെ പിടിക്കാൻ തുടങ്ങി MVD അല്ലേ. എന്തുകൊണ്ടാ? ഭയങ്കരമായ അനുവദിക്കുന്നതിലും കൂടുതലായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ടാ, ഒരു സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പിടിച്ച് പിഴ ഇടാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതിന്റെ ഉപയോഗം കുറയാൻ തുടങ്ങി. അപ്പം എന്താണ്? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രകാരമാണ് എന്ത്? ഒരു ലിമിറ്റിൽ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്ന വാഹനങ്ങളെ നിരോധിക്കും കേട്ടോ, നിർമ്മിക്കുകയും. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഈ പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളിൽ നിർവചിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ശബ്ദ നിലവാരങ്ങൾ ആ ഒരു ശബ്ദ നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ മാത്രം ഓരോ മോട്ടോർ വാഹന നിർമ്മാതാക്കളും നിർമ്മിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റൂൾ 121 നോക്കാം. റൂൾ 121 എന്താണ്? ഈയിടെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇപ്പം ഇടയ്ക്കെടുത്ത് കളയുകയും ചെയ്തായിരുന്നു. അതനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാം വെള്ളയാക്കിയായിരുന്നല്ലോ ഇടയ്ക്ക്. വെള്ളയാക്കിയെങ്കിലും അതിന്റെ സൈഡിൽ ഒരു നീല സ്ട്രൈപ്പ് വേണമെന്ന് നിർബന്ധമാക്കിയായിരുന്നു. ഇപ്പൊ അത് പിന്നെ എടുത്ത് കളഞ്ഞായിരുന്നു. പഴയ പോലെ ആക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെയും ആയായിരുന്നു. നിയമങ്ങളൊക്കെ പിന്നെയും മാറ്റിമറിച്ചായിരുന്നു. അപ്പൊ നമുക്ക് റൂൾ 121 എന്താണെന്ന് നോക്കാം. അതെന്താണ്? പെയിന്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. അപ്പൊ പ്രതിരോധ വകുപ്പിന്റെ വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഒലിവ് പച്ച നിറത്തിൽ പെയിന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ അധികം ഈ നല്ല കടും പച്ച നിറത്തിലുള്ള കാറുകളും വണ്ടികളും ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അത് ആ നിറം ഉപയോഗിക്കാൻ ആകെ അധികാരമുള്ളത് നമ്മുടെ മിലിറ്ററി പേഴ്സണലിന് മാത്രമേ ആ നിറമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ നിറം വെള്ള നിറത്തിൽ ആയിരിക്കണം. അത് മാത്രമല്ല, മധ്യത്തിൽ 5 സെന്റിമീറ്റർ വീതിയിൽ നീല റിബൺ പെയിന്റ് ചെയ്യേണ്ടതുമാണ്. ദേശീയ പെർമിറ്റിന്റെ പരിധിയിൽ വരുന്ന ഒരു ചരക്ക് വണ്ടിയിലെ റൂൾ 90 സബ് റൂള് ക്ലോസ് 1 വ്യക്തമാക്കിയ രീതിയിൽ പെയിന്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിനകത്ത് വരുന്നത് ക്വാഡ്രിസൈക്കിളിനെ കുറിച്ചാണ്. ക്വാഡ്രിസൈക്കിൾ. അപ്പൊ ക്വാഡ്രിസൈക്കിളില് മുന്നിലും പിന്നിലും ക്യൂ എന്ന ലേബൽ ഏരിയൽ ഫോണ്ടിൽ കാണിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നിശ്ചിത അളവിൽ കാണിച്ചിരിക്കണം, 225 സ്ക്വയർ സെന്റിമീറ്ററിൽ. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? റൂൾ 122 ആണ്. റൂൾ 122. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ചേസിസ് നമ്പറും എൻജിൻ നമ്പറും പിന്നെന്താണ് ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളാണെങ്കിൽ പോലും അതിലെ മോട്ടോർ നമ്പറും മന്ത് ഓഫ് മാനുഫാക്ചർ, അത് എപ്പോഴാണ് ഉണ്ടാക്കിയതെന്നുള്ള ആ വർഷവും പിന്നെന്താണ് ആ മാസവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ്
റൂൾ 122 പറഞ്ഞിരിക്കുന്നത്. 2009 ഏപ്രിൽ 1 ശേഷം നിർമ്മിച്ച എല്ലാ LMN കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളിലും നിർമ്മിച്ച വർഷം ഉൾപ്പെടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ പതിപ്പിച്ചിരിക്കണമെന്നാണ് ഇവിടെ നിർബന്ധമായും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഹാർവെസ്റ്റർ, ഹൈഡ്രോളിക് ട്രെയിലറുകൾ എന്നിവയിലെല്ലാം എന്താണ് ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ താഴെ പറയുന്ന മറ്റു വിവരങ്ങളും കാണണം. ഏതൊക്കെയാണ്? നിർമ്മാതാവിൻ്റെ പേര്, മോഡലിൻ്റെ പേര്, ചേസിസ് നമ്പർ, പിന്നെന്താണ് ഏത് വർഷം ആണ് ഉണ്ടാക്കിയത്, അതിൻ്റെ മോഡല്, എൻജിൻ സീരിയൽ നമ്പർ, ഇവയെല്ലാമാണ് അവിടെ നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പോൾ ഇ റിക്ഷ അല്ലെങ്കിൽ ഇ കാർട്ടിന്റെ കാര്യത്തിൽ അതിന്റെ നിർമ്മാതാവോ ഇ കാർട്ട് അസോസിയേഷനോ ആണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എവിടെയാണ് പതിപ്പിച്ചതെന്ന് അറിയിക്കേണ്ടത്. അതും ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വാഹനത്തിൽ എവിടെയാണ് ഐഡന്റിഫിക്കേഷൻ നമ്പർ പതിപ്പിക്കുന്നതെന്ന് ഈ വാഹനങ്ങളുടെ നിർമ്മാതാവ് മുൻകൂട്ടി തന്നെ അംഗീകൃത പരിശോധന ഏജൻസിയെ അറിയിക്കേണ്ടതാണെന്നും ഈ റൂളിൽ പറയുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ എന്താണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.